ഞാൻ സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പം ഓഡിയൻസ് അല്ലേ പറയണ്ടേ? നല്ല അടിപൊളിയായിരുന്നു. ഓഡിയൻസാണ് പറയണ്ടേ. നിങ്ങൾ പടം കണ്ടിട്ട് അഭിപ്രായം പറയും. അടിപൊളി എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഞങ്ങൾ പ്രോമിസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതൊരു ഫാമിലി ഡ്രാമയാണ്, ഇമോഷണലി നിങ്ങളെ ടച്ച് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100% നിങ്ങളെ ടച്ച് ചെയ്യുന്നുള്ള പ്രോമിസ് വീണ്ടും പറയുകയാണ്. കാണൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഒരു ഫാമിലി പൊളിറ്റിക്കൽ മൂവിയാണെന്നുള്ള ആ ടൈറ്റിൽ കറക്റ്റാണ്. നിങ്ങൾ പോയി കാണൂ, എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു ത്രൂ ക്യാരക്ടർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇപ്പം ഇത്ര വലിയ കാസ്റ്റ് ലെജൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ. ഓഫ് കോഴ്സ് അത് ഇതിലൊരു ഫാമിലി സൈഡാണ് ഞാൻ അഭിനയിക്കുന്നത്. റാണി എന്നുള്ള ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവുക, തുടക്കം തൊട്ട് എൻഡിങ് വരെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ ഞാനിപ്പോൾ അത് എൻജോയ് ചെയ്യണു. അതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണൂ. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത് ഇത്രയും രസകരമായ, ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഫാമിലി ഡ്രാമ വന്നിട്ടുണ്ടെന്നുള്ളത്. ഇത് തിയേറ്റർ വാച്ചാണ്, നല്ല റെസ്പോൺസ് ആണ്. നിങ്ങൾ കണ്ടില്ലേ? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ ഭയങ്കര ജെന്യൂൻ ആയിട്ട് ആളുകളെ അറിയിക്കൂ. ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളല്ലേ, അപ്പോൾ ഈ സിനിമയെ പറ്റി ഞാൻ തന്നെ തള്ളണോ? വേണ്ടല്ലോ. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. എനിക്ക് പേഴ്സണലി സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വർക്കായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാ. അല്ല, സാധാരണ അല്ലേ ന്യൂസ് ചാനലൊക്കെ നമ്മൾ അങ്ങനെ ഇൻട്രോകളൊക്കെ കൊടുക്കുള്ളൂ, ഭയങ്കര വാക്കുകൾ കൊണ്ട് അമ്മാനെ പാടണല്ലേ ഇപ്പൊ ന്യൂസ് ചാനൽ. അതേപോലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന ക്യാരക്ടർ? അതെ 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 അങ്ങനെ സാർ എഴുതി തന്നത് ഞാൻ പരമാവധി എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ആളുകൾ പറയട്ടെ, കണ്ടിട്ട് പറയട്ടെ. നിങ്ങൾ പറ എങ്ങനെ ഉണ്ടോ? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ. ചെയ്ത പടങ്ങളുടെ ഭയങ്കര ക്യൂസായിരുന്നു എല്ലാവരും. ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നല്ല സിനിമ കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല സിനിമ കണ്ടു എന്നുള്ള ഒരു സംതൃപ്തി ഉണ്ടാവും. നല്ല എല്ലാ മേഖലയും നന്നായിട്ട് വർക്കായിട്ടുണ്ട്. കഥാ, തിരക്കഥ, സംഭാഷണം, ക്യാമറ, ആർട്ടിസ്റ്റുകൾ, പെർഫോമൻസ്, RR റെക്കോർഡിങ് ഗതി ഗംഭീരം. നല്ല എന്താ പറയുക, ഒരു ഫാമിലി മൂവിയാണ്. ശരി, പൊളിറ്റിക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ പറയുന്ന ഒരു ഫാമിലി മൂവി. ഞങ്ങളെ സംബന്ധിച്ച് അശോക് കിട്ടിയ ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്ത് ക്യാരക്ടർ. കാരണം ട്രിബ്യൂട്ട് ലെജൻഡ് എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്ത്. കാരണം താങ്കൾ ഇത്ര ഒരു എന്താ പറയുക, ഒരു വില്ലൻ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ രീതിയിലല്ലേ? അതെ, വില്ലൻ വരുന്നുണ്ട്. അശോടെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കേരള രാഷ്ട്രീയത്തിലുള്ള പലരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പറയാം, എനിക്കങ്ങനെ പറയാനുള്ള ഒരു ഇതില്ല. നിങ്ങൾ പറയും, നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും അത് പറയാം. കേരള രാഷ്ട്രീയത്തിലുള്ള ചില ഇൻസിഡന്റുകൾ സിനിമയിൽ കാണിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയത്തിലോ? കേരള രാഷ്ട്രീയ ഇൻസിഡൻസ് അല്ലേ? ചിലപ്പോൾ തോന്നാം, കാരണം അത് റൈറ്ററാണല്ലോ അതിൻ്റെ സംഭവം. നമ്മളതിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു. ഇല്ല, ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഏതെങ്കിലും നേതാവിൻ്റെ റെഫറൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇല്ല, അങ്ങനെ ഒന്നും തന്നിട്ടില്ല. എന്നോട് എൻ്റെ ക്യാരക്ടറെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇൻസിഡൻസും തന്നിട്ടുള്ളൂ. കഥ മൊത്തം എനിക്ക് തന്നിട്ടില്ല. കഥാപാത്രം മാത്രം പറഞ്ഞു. കഥാപാത്രം പറഞ്ഞു, കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഇൻസിഡൻസ് എല്ലാം വളരെ രസമായിട്ട് എനിക്ക് വിശദീകരിച്ച് തന്നു. ഇതിങ്ങനെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പിടിച്ചാൽ മതി, അതായത് ഞാൻ പിടിച്ചു എന്ന് എനിക്ക് തോന്നണം. നിവിൻപോളിയുടെ കൂടെ ആദ്യമായിട്ടാണ്. നിവിൻപോളിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, സിമ്പിളാണ്. ഭയങ്കര സുഖമായിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനി. പെർഫോം ചെയ്യാനായിട്ട് സിനിമ അഭിനയിച്ചപ്പോൾ തന്നെ നമുക്ക് ഫുൾ ടൈം തുടങ്ങി തീരണ വരെയും ഭയങ്കര കംഫർട്ടായിരുന്നു. ലാലേട്ടൻ ഒരു ഈസിനെസ് നിവിൻപോളിൽ കാണുന്നുണ്ടെന്ന് പലരും പറയുന്നത്. നിവിൻപോളി തന്നെയാണ്, വേറെ ആളായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതങ്ങനെ ചെയ്യാത്ത പാറ്റേൺ ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കാണും. ശരി, ഞാനും
താങ്ക് യു സോ മച്ച്. മൂവി അടിപൊളി മൂവിയായിരുന്നു. ഒബ്വിയസ്ലി ഫാമിലി ഡ്രാമ പൊളിറ്റിക്കൽ ഫാമിലിയിലുള്ള ഒരു ഡ്രാമ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു, നല്ലൊരു സിനിമ ആയിരുന്നു. ഐ ഹോപ്പ് എല്ലാവരും തിയേറ്റേഴ്സിൽ കയറട്ടെ. നെവിൻ പോളിയുടെ അനദർ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയി ഇത് മാറട്ടെ വിശ്വസിക്കുന്നു.